പത്രവ്യവസായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചീഫ് എഡിറ്റർ തന്നെ വിൽപ്പന രംഗത്തേക്ക്. നഗരത്തിൽ വമ്പിച്ച മയക്കുമരുന്ന് വേട്ട. കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിൽ ആദ്യത്തെ പൊൻതൂവൽ. നഗരത്തിൽ വമ്പിച്ച മയക്കുമരുന്ന് വേട്ട. കമ്മീഷണർ ചന്ദ്രദാസിന്റെ തൊപ്പിയിൽ ആദ്യത്തെ പൊൻതൂവൽ. അയ്യോ എല്ലാം പോയേ, അയ്യോ എല്ലാം പോയേ, എന്റെ സാധനം പോയേ. എന്തായി കാണിക്കുന്നേ? അയ്യോ നെഞ്ചത്തടിക്കല്ലേ? അയ്യോ അടിക്കല്ലേന്ന്. അയ്യോ ഒന്ന് പതുക്കെ നിലവിളിക്കണ്ട മനുഷ്യനെ. പുറത്തു നിൽക്കുന്ന ആൾക്കാർ കേൾക്കും. അവരൊക്കെ അറിയുമെന്ന്. എല്ലാരും അറിയട്ടെ. എനിക്ക് ഇത്തിരി വേഷം കലക്കിട്ടായോ. എന്റെ 1.5 കോടി പോയേ. എനിക്ക് മരിക്കണം വക്കീലേ. ഇതെന്തൊരു പാടായത്. എനിക്ക് എന്നാ ഇടി ഇടിച്ചിടിച്ച് ചങ്ക് വെള്ളവാക്ക്. പഴയ ആത്മ ഇളകി ചാവട്ടെ. ദേ കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വാ ഇവിടെ ഇവിടെ വരാൻ. ഇരിക്കവിടെ. അയ്യോ അയ്യോ എനിക്കിനി ജീവിക്കണ്ട. അയ്യോ എന്റെ അമ്മ, എനിക്കിനി ജീവിച്ചിരിക്കണ്ട. അച്ഛന്റെ നിലവിളിയിലേ കേൾക്കുന്നത്. ഇന്നെന്താണ് കാര്യം? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്റെ രാജമോനെ. ഒരു ഫോൺ കാൾ വന്നു, അപ്പൊ തുടങ്ങിയതാ. അയ്യോ എന്ത് വൃത്തിയുടെ അച്ഛനെ കാണിക്കുന്നേ. കാശ് പോയി അങ്ങോട്ട് പോട്ടെ, അത് വേറെ വരും. ഇനി നാട്ടുകാരുടെ മുമ്പിൽ കൂടെ നാറണോ? നാറിയടാ, നിന്റെ അച്ഛൻ നാറിയാടാ. 10-40 കൊല്ലം മുമ്പ് ചെർപ്പളശ്ശേരിയിലെ കാളക്കച്ചവടക്കാരൻ പൈലിയുടെ സൈക്കിളും ഓട്ടിച്ചോണ്ട് ഈ പട്ടണത്തിൽ വന്നവനാണ് ഞാൻ. ഈ കാണായ സ്വത്ത് നിന്നെ നിന്റെ പെങ്ങളെ ഒക്കെ ഉണ്ടാക്കി നാറിത്തറ കാണിച്ചിട്ടാ. തന്തക്കാരുള്ള ജാതകത്തിൽ പറഞ്ഞ ഇവന്റെ ജാതകം നോക്കി കണിയാൻ എന്താ വക്കീല പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇവൻ തന്തയെ കൊണ്ട് പോകുന്നല്ലേ? കൊണ്ടുപോട്ടെ. അയ്യോ റൈറ്ററെ, എന്നെ കൊണ്ടുപോകാൻ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വന്നതിന് ശേഷം അല്ലാതെ മക്കളെ കുറ്റം പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെ? അച്ഛന്റെ അതിസാമർത്ഥ്യം ഇതിനൊക്കെ കാരണം. ഡിസൂസിയായിട്ട് ഇടപാട് തുടങ്ങിയപ്പം എന്നോട് പറയാറുന്നില്ല. അതിന് നീ ആരാടാ? നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? ആ അത് കാണിക്കാൻ അവസരം വരുമ്പോ കാണിക്കാം. അച്ഛൻ വെണ്ടർ കുട്ടൻപിള്ളയുടെ അരിവപ്പുകാരനായിട്ട് നിന്ന് അക്ഷരം പഠിക്കാതെ റൈറ്ററായി. അവസാനം അയാളെ മുദ്രപത്രം മോട്ടിച്ച് വിറ്റ് ചാരാ ഷാപ്പ് തുടങ്ങി. നിർത്തടാ. നീ ആ ഫോൺ എടുത്ത് സർക്കിൾ പത്മനാഭനെ ഒന്ന് വിളിച്ചേ. കുടുംബത്തുള്ള കമ്മീഷണർ പാര വെച്ചെടുത്താ പപ്പനാഭൻ സർക്കിള്. പോലീസുകാരുടെ മകളെ കൊടുക്കരുത് അന്നേ ഞാൻ പറഞ്ഞതല്ലേ വക്കീലേ? ആ നിങ്ങളാണ് ആ കള്ളക്കടത്തിന്റെ പിന്നിലെന്ന് ചന്ദ്രദാസ് അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇനി ചിലപ്പോ അറിയും. അറിയാൻ പാടില്ല. മുതല് പോയാ പിന്നെ ഉണ്ടാക്കാം. മാനം പോയാലോ